ഹായ് ഡിയർ ഫ്രണ്ട്, അസ്സലാമു അലൈക്കും, നമസ്കാരം. അപ്പം നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുകയാണ്. അൽഹംദുലില്ലാ, ഞങ്ങൾക്കും ഇവിടെ സുഖമാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കണം എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ കേട്ടോ. അപ്പോൾ സ്കൂളൊക്കെ തുറന്നല്ലോ അല്ലേ? അപ്പോൾ എല്ലാവർക്കും ഇനി രാവിലെ നല്ല ബിസി ആയിക്കാരം. ഞാനും ഇന്ന് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. 7:30 ചോറും കൂട്ടാനൊക്കെ ആവണമല്ലോ. നമുക്ക് കുറച്ച് ദിവസം നല്ല റെസ്റ്റ് ചെയ്യണില്ലേ. അങ്ങനെ പാലൊക്കെ കൊണ്ടുവന്നിക്കണം, അതൊക്കെ ഒന്ന് തിളപ്പിക്കാൻ വെക്കട്ടെ. അപ്പം നമുക്ക് ചായക്കടി നൂൽപുട്ടും ചിക്കൻ കറിയാണേ. അപ്പോൾ അതിന് തന്നെ നമുക്ക് അരിയൊക്കെ കഴുകാണ്ട് കുക്കറിലിട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ സ്കൂളിലെ ദിവസമൊക്കെ ഞാനിങ്ങനെ കുക്കറിൽ തന്നെയാണ് കേട്ടോ ചോറ് വെക്കൽ, കാരണം നേരത്തെ ആവണമല്ലോ. അപ്പോൾ കുറച്ച് ചിക്കൻ ഫ്രിഡ്ജിലുണ്ടായിനി. അപ്പോൾ അതൊക്കെ ഒന്ന് നടക്കാൻ പോണതിന് മുന്നേ തന്നെ കട്ടല്ല ഫ്രീസറിലേനി. അപ്പോൾ അതൊക്കെ ഒന്ന് വെള്ളം ഒഴിച്ച് വെച്ചുകൊണ്ടാണ് ഞാൻ പോയത്. അപ്പോൾ അതൊക്കെ ഐസൊക്കെ നല്ലോണം പോയി കിട്ടിയിരിക്കണം. പൊടിക്ക് ഒഴിച്ചെടുക്കാനുള്ള വെള്ളമൊക്കെ ഞാൻ അടുപ്പത്ത് വെച്ചിരുന്നു. അപ്പോൾ കല്ലുപ്പാണ് ഇട്ടെടുത്തത്. അപ്പോൾ അതൊക്കെ നല്ലോണം ഒഴിച്ചെടുത്ത് കണ്ട് നല്ലോണം മിക്സ് ചെയ്യാം. ഇനിയിപ്പോൾ മിക്സ് ചെയ്യാതെ കുറച്ചധികം വെള്ളം ഒഴിച്ച് കണ്ട് ഒരു 5 മിനിറ്റ് അടച്ച് വെച്ചാലും മതി. അപ്പം നൂൽപുട്ടിൻ്റെ പരുവം നമുക്കറിയാലോ. എന്താ പറയുക, നല്ല ടൈറ്റും അല്ല നല്ല ലൂസും അല്ല, ആ പരുവത്തിൽ കിട്ടണമല്ലോ. അപ്പോൾ അതിനങ്ങനെ കുറച്ച് വെള്ളം അങ്ങനെ ഒഴിച്ചെടുത്ത് കണ്ട് ഇങ്ങനെ മിക്സ് ചെയ്തും കൊണ്ടേ നിൽക്കുക. പൊടിക്ക് ഒഴിക്കാനുള്ള വെള്ളം ചൂടായാൽ പോരാ, നല്ലോണം വെട്ടി തിളക്കുക തന്നെ വേണം കേട്ടോ. ഞാൻ നൂൽപുട്ട് ഉണ്ടാക്കിയെടുക്കണത് നമ്മളെ ഇഡലിച്ചെമ്പുണ്ടല്ലോ അതിൻ്റെ തട്ടിലാണ്. ഇതിലാകുമ്പോൾ 2 ട്രിപ്പിന് പെട്ടെന്ന് പരിപാടി കഴിയും. അങ്ങനെ നൂൽപുട്ടിൻ്റെ മാവൊക്കെ റെഡി ആക്കണം കേട്ടോ. അപ്പോൾ അച്ഛൻ്റെ ഉള്ളിലേക്ക് ഞാൻ ആക്കി കൊടുക്കുകയാണ്. അപ്പോൾ പിന്നെ നമ്മളെ ഈ ചില്ലുണ്ടല്ലോ, ആ ചില്ലിൻ്റെ നമ്മളെ ഈ നൂൽപുട്ടിൻ്റെ അച്ഛൻ്റെ ചില്ലിൻ്റെ നേരെ ചെറിയ ചില്ല് ഒരു കുറച്ച് മാറ്റമുള്ളൂ കേട്ടോ. അങ്ങനത്തെ ഒരു ചില്ല് മുകളിൽ ഈ മാവിൻ്റെ മുകളിൽ വെച്ചെടുത്തും കാണണം കേട്ടോ അത് പീച്ചെടുക്കണത്. ഇങ്ങനെ ആകുമ്പോൾ എന്താ പറയുക, നമ്മൾ ഈ അച്ചാവുമ്പം കുറച്ച് നമ്മളിങ്ങനെ വലിച്ചെടുക്കുമ്പോൾ കഴിഞ്ഞിട്ട് നമ്മൾ ആ അച്ഛൻ്റെ സംഭവം വലിച്ചെടുക്കുമ്പോൾ അതിമ നല്ലോണം എന്താ പറയുക കുറച്ച് അധികം 2-3 നൂൽപുട്ടിനുള്ള മാവ് അതിമ തന്നെ ഉണ്ടാവും. ഇതാവുമ്പം ഫുള്ളായിട്ടും പോരും കേട്ടോ. കണ്ടോ, ആകെ കുറച്ച് മാവേ അതിമ നിൽക്കണുള്ളൂ. ഞാനതില്ലാതെ ഞാൻ കാണിച്ചു തരാം. ഇതിന് പുട്ടും ചില്ലുണ്ടല്ലോ അതായാലും മതി കേട്ടോ. നമ്മൾ ആദ്യം വെക്കണതിൻ്റെ നേരെ ചെറുത് കേട്ടോ. ചെറുത് പറഞ്ഞാൽ നമ്മളെ ഇതിൻ്റെ ഉള്ളിൽ കൊള്ളണം, അച്ഛൻ്റെ ഉള്ളിൽ കൊള്ളണ രീതിയിൽ വെക്കുക. ഇപ്പം ഞാൻ ഇട്ട് കൊടുത്തത് ആ അച്ഛ മാറ്റിങ്ങാണ്ടാണ് ഇട്ട് കൊടുക്കണത്. അങ്ങനെ അത് ഉടച്ച് വെച്ചുകൊണ്ട് അങ്ങനെ നമുക്ക് പീച്ചെടുക്കാം. ഇപ്പോൾ കണ്ട ഞാൻ വലിച്ചെടുത്തപ്പം 1-2 നൂൽപുട്ടിനുള്ള മാവ് ഫുള്ളായ്മ തന്നെ നിൽക്കുന്നുണ്ട്. അപ്പം ഒരുവിധ ആൾക്കാരത്തൊക്കെ ഇങ്ങനത്തെ അച്ഛനേക്കാരം ഇങ്ങനത്തെ അച്ഛനുള്ളവരും ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണ്ടേ. അപ്പം അറിയാം നമ്മൾ അതിൻ്റെ ഒരു മാറ്റം. ഇങ്ങനെ മാവ് ഒന്നായിട്ട് ഇങ്ങനെ അതിൻ്റെ ഉള്ളിൽ തന്നെ നിൽക്കുമ്പോൾ നമുക്ക് ഇങ്ങോട്ട് പിരാന്ത് വരില്ല ഇത് ഉണ്ടാക്കുമ്പോൾ. അതിങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് കേട്ടോ പരിപാടി കഴിയാൻ.
അങ്ങനെ ചിക്കനൊക്കെ നല്ലോണം വെന്ത് വന്നിക്കണം. അപ്പോൾ ഞാൻ കുറച്ച് തേങ്ങ അരച്ച് വെച്ചിനി. അപ്പോൾ അതൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുത്ത്. അപ്പോൾ നമ്മളെ ചിക്കൻ കറി സെറ്റാവും. അപ്പം ഇനി കുറച്ച് ചെറിയ ഉള്ളി ഉണ്ടല്ലോ, അതൊന്ന് അരിഞ്ഞുകൊണ്ട് ഒന്ന് തൂമിച്ചെടുക്കുക. അപ്പോൾ ഇത് ഇന്നലെ വരേണ്ട വീഡിയോ ഇനി. അപ്പോൾ എൻ്റെ കുറച്ച് തിരക്ക് കാരണം ഇത് ഇന്നാണ് അപ്ലോഡ് ആക്കാൻ കഴിഞ്ഞത്. അപ്പോൾ ഇന്നലെ നമ്മൾ വീഡിയോ ഇട്ടിട്ടില്ല. അപ്പം ഇങ്ങനത്തെ വീഡിയോയിൽ ഒരു കമൻറ്റ് വന്നേന്, ഇത്താക്ക് എത്ര മക്കളാണ് എന്ന് ചോദിച്ചുകൊണ്ട്. അപ്പോൾ നമ്മളെ ചാനൽ കാണുന്ന പുതിയ ആൾക്കാരേക്കാരം എനിക്ക് 5 മക്കളാണ് കേട്ടോ, 5 ആൺകുട്ടികളാണ്. അങ്ങനെ നമ്മൾ ചായക്കൊക്കെ വെള്ളം വെച്ചതൊക്കെ വെട്ടി തിളച്ച് വന്നപ്പോൾ ഞാൻ പൊടിയൊക്കെ ഇട്ടുകൊണ്ട് ഓഫ് ചെയ്തു. അപ്പം ഞാൻ സ്കൂൾ തുറന്നാൽ ഇതന്നെ ഇക്കാരല്ല, എന്ന് നേരം വെളുത്താൽ പെട്ടെന്നൊക്കെ പരിപാടി കഴിക്കണമല്ലോ. അപ്പം അങ്ങനെ 2 ട്രിപ്പ് കൊണ്ട് നമ്മളെ നൂൽപുട്ടൊക്കെ ചുടൽ കഴിഞ്ഞിട്ടോ. അപ്പം നമ്മളെ ചോറും വിസിലൊക്കെ വന്നുകൊണ്ട് ഞാൻ ഓഫ് ചെയ്തിട്ടിനി. അപ്പം നമ്മൾ കുക്കറിൻ്റെ വാസറുണ്ടല്ലോ, മൂടിൻ്റെ വാസറൊക്കെ ഊരിങ്ങാണ്ട് വാർത്തെടുക്കുകയാണ്. അപ്പം നമ്മളിതൊരു വീഡിയോയിൽ കാണിച്ചതാണ് കേട്ടോ. അങ്ങനെ കുക്കറിൻ്റെ മൂടിൻ്റെ വാഷർ ഊരിങ്ങാണ്ട് ഇങ്ങനെ വാർക്കുകയാണെങ്കിൽ ചോറ് നല്ല ചോറായും കിട്ടും. നമ്മളെ മേത്തക്കൊന്നും ആവില്ല. നമ്മളിങ്ങനെ മേത്തക്ക് തെറിക്കുമോ മറിയോ എന്നുള്ള പേടിയൊന്നും പേടിച്ചണ്ട. നമ്മൾ കുക്കറിൽ ചോറ് വെച്ച ഒരു ഒട്ടലും ഒരു പശക്കല്ലേക്കാരം അതൊന്നും ഇങ്ങനെ വാർത്തെടുത്താലും ഉണ്ടാവില്ല കേട്ടോ. ഇനിയിപ്പോൾ വെള്ളം കമ്മിയാണെങ്കിൽ തിളച്ച വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി. അങ്ങനെ കുക്കിങ്ങൊക്കെ കഴിഞ്ഞപ്പം കുറച്ച് ക്ലീനിങ് ബാക്കിയുണ്ട് കേട്ടോ, പാത്രം കഴുകൽ. അപ്പം അതുവരെ ആയ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകിയെടുക്കുക. അപ്പം ഇനി ചോറ് കഴിക്കണേക്ക് എന്തെങ്കിലും കൂട്ടാൻ കൊടുത്തേക്കണമല്ലോ വാവക്ക്. അപ്പം തക്കാളി ചട്നി ഉണ്ടല്ലോ, തക്കാളി കൂട്ടാൻ എന്നൊക്കെ പറയും, അത് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി തക്കാളിയൊക്കെ കട്ട് ചെയ്ത് വെച്ചിക്കണം. അപ്പോൾ വെളിച്ചെണ്ണയിൽ കടുകൊക്കെ പൊട്ടിച്ചിട്ട് ഞാൻ അതിൽ ഇട്ട് കൊടുത്തേക്കാട്ട തക്കാളിയും പച്ചമുളകും കറിവേപ്പിൻ്റെ ഇലയും പിന്നെ മഞ്ഞപ്പൊടിയും മുളകും പൊടിയും ഉപ്പും മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. പിന്നെ തക്കാളി ഞാൻ നല്ലോണം ഉടച്ചെടുത്ത്. അപ്പോൾ തക്കാളി കൂട്ടാൻ റെഡിയായി. Quindi il giorno